അങ്ങനെ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അവർ പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, വൈഡർ ആയിട്ടുള്ള ലീക്കേജ് അല്ലെങ്കിൽ അത്തരം ഒരു തലത്തിലോട്ടത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഭാവി മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പരീക്ഷ റദ്ദാക്കാൻ സർക്കാർ തലത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, NTA ഇതിനകത്ത് സംഭവിച്ച പിഴവുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുമെന്നും അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു പോസിബിലിറ്റി ആയിട്ട് മാത്രമായിരിക്കും ഈ ഒരു റീനീറ്റ് എന്നുള്ളതിന് സർക്കാർ അല്ലെങ്കിൽ NTA കാണുന്നത്. കാരണം എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പം സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു ഇന്നത്തെ ഒക്കെ ആ ഒരു കേസിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രോഗ്രസ് നമ്മൾ നോക്കുമ്പം അതിനകത്ത് കൗൺസിലിങ്ങിൽ അവർ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. അതുപോലെ തന്നെ 1500-ൽ പരം സ്റ്റുഡൻസിൻ്റെ ആ ഒരു ടൈം ലോസുമായി ബന്ധപ്പെട്ട ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് റീനീറ്റ് വേണ്ട സ്റ്റുഡൻസിന് വീണ്ടും എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട് സ്റ്റേ ചെയ്യണം, ആ ഒരു എക്സാം സ്റ്റേ ചെയ്യണം എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസ് ഇന്ന് കോർട്ടിനെ സമീപിച്ചിരുന്നു. അതും കോർട്ട് സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പം കറൻ്റ്ലി ഇപ്പോഴത്തെ ഒരു മൂവ് എന്ന് പറയുന്നത് റീനീറ്റ് ഇല്ല എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ്. പക്ഷേ സ്റ്റിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കും തോറും ഫർദർ എന്തെങ്കിലും വൈഡർ പോസിബിലിറ്റീസ് ലീക്കേജുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ കോർട്ടിൻ്റെ ഫൈനൽ ആ ഒരു ജഡ്ജ്മെൻ്റ് അനുസരിച്ചായിരിക്കും ഇനി എന്തെങ്കിലും റീനീറ്റ് പോസിബിലിറ്റി ഉണ്ടാവുക. അതൊക്കെയാണ് ഇപ്പം കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എനിവേ നമുക്ക് ആ ഒരു ഫൈനൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ ഫൈനൽ വേർഡിക്റ്റിനും വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ ഇപ്പം വളരെ ആ ഒരു ചാൻസ് മിനിമൽ ആയിട്ടുണ്ട് റീനീറ്റിൻ്റെ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.